നല്ല സിനിമകളൊന്നും കാണാതെ തന്നെ സിനിമ ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. അതുപോലെ തന്നെ നല്ല കഥയോ കവിതയോ ഒന്നും വായിക്കാതെ ആസ്വാദനത്തിൻ്റെ ലഹരി എന്താണെന്ന് തിരിച്ചറിയാതെ ലിറ്ററേച്ചറൊന്നും താല്പര്യമില്ല എന്ന് പറയുന്നവരെ കണ്ടിട്ടില്ലേ? അതുപോലെയാണ് ഇവിടെ എഞ്ചിനീയറിംഗിൽ വന്ന ഉടനെ തന്നെ ആദ്യ ദിവസങ്ങളിൽ ഒരു സീരീസ് എഴുതുമ്പോൾ തന്നെ നിരാശയുടെ പടികുഴിയിലേക്ക് വീണു പോകുന്നവരുണ്ട്. അക്കരെയാണ് പച്ച എന്നവർ വിചാരിക്കുന്നു, എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്നവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെയുള്ളവരൊക്കെ ഒളിച്ചോടുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസാക്ഷിയോട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആവേശജലമായ മാജിക്കൽ ക്ലാസ്സുകൾ എം സിഗ്മ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ വിജയിപ്പിക്കാൻ ആവശ്യമായതെല്ലാം ഞങ്ങൾക്ക് തരാൻ കഴിയും. നിങ്ങളിലെ എഞ്ചിനീയറെ പരുവപ്പെടുത്താൻ ആർക്കും അവകാശപ്പെടാനില്ലാത്ത നേട്ടങ്ങളോടെ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ഈ രാജ്യത്തെ ഏറ്റവും മികച്ച മെൻറ്റേഴ്സ് ഇവിടെ റെഡിയാണ്. സങ്കീർണമായ എഞ്ചിനീയറിംഗ് കോൺസെപ്റ്റ്സിലൂടെ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ അവർ നിങ്ങളെ കൈപിടിച്ച് നടത്തും. നിങ്ങളൊരു എക്സ്പെർട്ട് ആവും വരെ ഓരോ കാൽവെപ്പിലും അവർ നിങ്ങളുടെ മാർഗ്ഗനിർദ്ദേശികളാവും. നിങ്ങൾ പോലും അറിയാതെ എഞ്ചിനീയറിങ്ങിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു പോകും. ആസ്വദിച്ച് പഠിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനും നിങ്ങൾ തയ്യാറെടുക്കും. ആ വിസ്മയം, ആ മായാജാലം അതെങ്ങനെ ഉണ്ടാവുമെന്നറിയാൻ നമുക്ക് നമ്മുടെ ചീഫ് അക്കാഡമിക് ഓഫീസറായ ശ്രീ രഞ്ജൻ റോയ് സാറിൻ്റെ അടുത്തൊന്ന് പോയി വരാം. കമോൺ. ഹായ് ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ എല്ലാവരും ഇപ്പോൾ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്തു, പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അല്ലേ? നിങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഒരു അറിവുണ്ടാവും, എഞ്ചിനീയറിംഗ് പഠനം വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ? ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? അതിൻ്റെ റീസൺ എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ സ്കൂൾ കഴിഞ്ഞ് നേരെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വന്നു. അതിൻ്റെ ബേസിക് കാരണം എന്ന് പറഞ്ഞാൽ ലേണിംഗ് പ്രോസസ്സ്. അതായത് നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നു, കോളേജിൽ പഠിക്കുന്നു അല്ലേ? സ്കൂളിലെ ലേണിംഗ് പ്രോസസ്സും എഞ്ചിനീയറിംഗ് കോളേജിലെ ലേണിംഗ് പ്രോസസ്സും ഡിഫറൻ്റ് ആണ്. എന്താണ് സ്കൂളിലെ ലേണിംഗ് പ്രോസസ്സ്? സ്കൂളിൽ നമ്മൾ അവിടെ എന്താണ് ചെക്ക് ചെയ്യുന്നത്? നമ്മുടെ മെമ്മറി സ്കിൽസ് ആണ് ചെക്ക് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ അവിടെ നിങ്ങളെ ചെക്ക് ചെയ്യുന്ന അനലിറ്റിക്കൽ സ്കിൽസ് ആണ്. സോ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട് അല്ലേ? നിങ്ങൾ ആ മെത്തേഡ് ഫോളോ ചെയ്ത് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കുക, പഠിക്കേണ്ട രീതി പഠിച്ചാൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിലെ ഏത് കോംപ്ലക്സ് സബ്ജക്റ്റും വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പോൾ എഞ്ചിനീയറിംഗിൽ ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട് അല്ലേ? ഈ സബ്ജക്ട്സ് ഒക്കെ പഠിക്കാൻ നിങ്ങൾക്ക് ഒരു 6 മാസം വേണം അല്ലേ? ഇതാണ് നിങ്ങളുടെ മനസ്സിലെ ചിന്ത. പക്ഷേ പഠിക്കേണ്ട രീതി പഠിച്ചാൽ വളരെ സിമ്പിളായിട്ട് വെറും 4 ദിവസം കൊണ്ട് ഏത് കോംപ്ലക്സ് സബ്ജക്റ്റും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ നിങ്ങൾ ചിന്തിക്കും, എങ്ങനെ ഒരു കോംപ്ലക്സ് സബ്ജക്റ്റിന് 4 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുമെന്ന്? അതിന് 0 to Infinity ബാച്ച് ചെയ്യുന്നത് ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ സിലബസിന്റെ ഓർഡറിലായിരിക്കില്ല പഠിപ്പിക്കുന്നത്. ഇപ്പം നിങ്ങളൊരു എക്സാമ്പിൾ ഒരു സബ്ജക്റ്റ് എടുത്താൽ അതിൽ ഒരുപാട് ടോപ്പിക്സ് ഉണ്ടായിരിക്കും അല്ലേ? ഈ പല ടോപ്പിക്സിനും തമ്മിൽ ഒരു കണക്ഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ഈ കണക്ഷൻസ് മനസ്സിലായാൽ തന്നെ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിനോട് ഒരു ഇഷ്ടം വരും, വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യുന്നത് ഈ സിലബസിന്റെ സ്ട്രക്ചർ ഞങ്ങളങ്ങ് മാറ്റും. ഓക്കെ, അതിന്റെ ഓർഡർ ചേഞ്ച് ചെയ്യും. ഓർഡർ ചേഞ്ച് ചെയ്യുന്ന ഗുണം എന്താ? നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് ഈസിയായി പഠിക്കാൻ പറ്റുന്ന രീതിയിൽ അതിന്റെ ഓർഡർ നമ്മൾ മാറ്റുന്നു. സോ അൾട്ടിമേറ്റ് റിസൾട്ട് എന്താ? നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നു. പക്ഷേ ഇങ്ങനെ പഠിക്കുന്നുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ തന്നെ അതിന്റെ ബേസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു സിമ്പിൾ യൂസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ പോകുന്നത്. ഏതാണ്? എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാം. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ഗേറ്റോ ISR പോലത്തെ എക്സാം എഴുതുവാണ്. അവിടെ നിങ്ങൾ ആ എക്സാം എഴുതാൻ അല്ലെങ്കിൽ ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? സാധാരണ നോർമൽ കുട്ടികളാണെങ്കിൽ വീണ്ടും ഒന്നുകൂടെ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് പഠിക്കേണ്ടി വരും. പക്ഷേ 0 to Infinity ബാച്ചിലെ കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ബിടെക് സബ്ജക്റ്റ് പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ ബേസ് ബിൽഡ് ചെയ്യും. സോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസോടെ നിങ്ങൾക്ക് ആ കോമ്പറ്റേറ്റീവ് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആ രീതിയിലായിരിക്കും ഞങ്ങളുടെ സബ്ജക്റ്റിന്റെ ഒരു പഠന രീതി എന്നുള്ളത്. നെക്സ്റ്റ് എഞ്ചിനീയറിംഗ് കുട്ടികൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ ഒരുപാട് സബ്ജക്റ്റ് നിങ്ങൾക്ക് പാടായിട്ട് തോന്നും. ആ സബ്ജക്ട്സ് ചിലപ്പോൾ നിങ്ങൾക്ക് സപ്ലിമെന്ററി വരും. ഓക്കെ, അപ്പം നിങ്ങളുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഈ പേപ്പറുകൾ എങ്ങനെയെങ്കിലും പാസ്സാകുക എന്നുള്ളത് അല്ലേ? അങ്ങനെ ഓരോ വർഷം കടന്നു പോകുമ്പോഴും നിങ്ങളുടെ ചിന്ത എന്ന് എങ്ങനെയെങ്കിലും ഈ എഞ്ചിനീയറിംഗ് പേപ്പർ ഒന്ന് പാസ്സാക്കുക അല്ലേ? അപ്പം നിങ്ങളൊന്ന് മറുസൈഡും ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സാധ്യത അല്ലെങ്കിൽ നിങ്ങൾക്ക് എംപ്ലോയബിലിറ്റിയെ കുറിച്ച് ചിന്തിക്കാൻ സമയം കിട്ടുമോ? ഇല്ല. കാരണം നിങ്ങൾ ഫുൾ ടൈം നിങ്ങളുടെ ഈ സബ്ജക്റ്റ് പാസ്സാകുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ചിന്ത. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്നത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഇൻഡസ്ട്രിക്ക് വേണ്ടത് ബിടെക് പഠിച്ച കുട്ടികൾ മാത്രമല്ല, ഇൻഡസ്ട്രിക്ക് വേണ്ട സ്കില്ലുള്ള കുട്ടികളാണ്. അതായത് നിങ്ങൾ ബിടെക് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്തും ഡെവലപ്പ് ചെയ്യണം, സ്കില്ലും ഡെവലപ്പ് ചെയ്യണം. ഈ എല്ലാ സബ്ജക്റ്റും പാസ്സാവണമെന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് എവിടെയാണ് ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള സമയം? സോ എം സിഗ്മയുടെ ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ളവരും ഏത് കോംപ്ലക്സ് സബ്ജക്ട്സിനെയും വളരെ സിമ്പിളായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നവരുമാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റും വളരെ കുറഞ്ഞ സമയം കൊണ്ട് നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ബാക്കി വരുന്ന മുഴുവൻ സമയവും നിങ്ങൾക്ക് സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗിക്കാം.